കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐസറിൽ വന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ട്രിവാൻഡ്രത്ത് വന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫെബ്രുവരി 5-നാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 5 പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. സിവിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലിലേക്കാണ് ആദ്യത്തെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. URL ഒരു വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 38 ഇയേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 3 ഇയേഴ്സ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ബാക്കി എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക നോട്ടിഫിക്കേഷനിൽ. ദെൻ അടുത്ത പോസ്റ്റ് ലൈബ്രറി സൂപ്രണ്ടാണ്. URL ഒരു വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. 38 ഇയേഴ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിത്ത് 55% മാർക്ക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ദെൻ അതിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇൻ പേ ലെവൽ 6. ബാക്കി എക്സ്പീരിയൻസ് നിങ്ങൾ ഈ യോഗ്യത ഉള്ളവരാണെങ്കിൽ വായിച്ചു നോക്കുക. ദെൻ അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് ഡാറ്റ സയൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. OBC NCL ഒരു വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 33 ഇയേഴ്സ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയേഴ്സ് ഡ്യൂറേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ഓർ ഈക്വാലൻറ്റ്. അതിൽ 3 ഇയേഴ്സ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഡെസ്റ്റബിൾ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസും താഴെ പറഞ്ഞിരിക്കുന്നു. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. സയൻറ്റിഫിക് കമ്പ്യൂട്ടർ സയൻസ് ഓർ വെബ് പ്രോഗ്രാമിലാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വാക്കൻസിയാണ്. OBC NCL ഒരു വാക്കൻസി. 33 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയേഴ്സ് ഡ്യൂറേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ഓർ ഈക്വാലൻറ്റ്. അതിലും 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പോസ്റ്റിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓഫീസ് അസിസ്റ്റൻറ്റ്, മൾട്ടി സ്കില്ല് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് അടുത്ത പോസ്റ്റ്. ഇതാണ് ലാസ്റ്റ് പോസ്റ്റ്. നമ്പർ ഓഫ് വാക്കൻസീസ് 3 ആണ്. URL 2 വാക്കൻസിയും SCയിൽ ഒരു വാക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് C ആണ്. 33 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എക്സലൻറ്റ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഇൻ ഓഫീസ് ആപ്ലിക്കേഷൻസ് ലൈക്ക് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 55% മാർക്ക്. ബട്ട് അതിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 5 ഇയേഴ്സ് ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഓഫീസ് വർക്ക്സ് ആൻഡ് എക്യുപ്മെൻറ്റ് ഓർ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് എക്സെട്ര. അപ്പോൾ ബാക്കി എക്സ്പീരിയൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ ജനറൽ കണ്ടീഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നു. അത് നിങ്ങൾ വിശദമായിട്ട് വായിച്ചു നോക്കുക. ആപ്ലിക്കേഷൻ ഫീ 500 ആണ്. 500 ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത്. SC ST PWD വുമൻ ആൻഡ് എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല എന്നും പറഞ്ഞിരിക്കുന്നു. പ്രൂഫ് മസ്റ്റ് ബി അപ്ലോഡഡ്. അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയുള്ള പ്രൂഫ് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നും കൂടെ പറയുന്നു. ലാസ്റ്റ് ഡേറ്റ്സ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 25-നാണ്. 5 മണി വരെ ടൈമുണ്ട് നിങ്ങൾക്ക്. റെസിപ്റ്റ് ഓഫ് ഹാർഡ് കോപ്പി ആപ്ലിക്കേഷൻ വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സ്, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളതിൻ്റെ ഹാർഡ് കോപ്പി വിത്ത് കോപ്പീസ്, അതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കോപ്പീസ് നിങ്ങൾ അങ്ങോട്ടേക്ക് അയക്കണം. അത് അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 3 വരെയാണ് എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് വൈസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏതാണോ പോസ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്യണം. പോസ്റ്റ് കോഡും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം ഹാർഡ് കോപ്പി ഈ അഡ്രസ്സിൽ അയക്കേണ്ടത് എന്നും കൂടെ പറയുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വിശദമായിട്ട് വായിച്ചു നോക്കുക. അർഹതപ്പെട്ടവർ, റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, കരിയർ വെബിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് സമയത്തിന് നിങ്ങളടുത്തെത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.